വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഉള്ളിവട എല്ലാവരും ഫേവറേറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിവട ഉണ്ടാക്കാം. 2 സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇങ്ങനെ അതിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ കനം കൂടി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, എരിയിക്കരം. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിന് കറക്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് സ്നാക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഉള്ളിവട എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിവടയാണ്, മാവ് വട അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി ആണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഉള്ളി ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവ് മതി. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു പാകം അറിയുള്ളൂ. വെള്ളം കൂടി പോരുത്. വെള്ളം കൂടി കഴിഞ്ഞാൽ എണ്ണ നല്ലോണം കുടിക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാവ് വേവില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ അപ്പസോഡൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അപ്പസോഡൊക്കെ ചേർക്കുന്നത്? അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മാവിട്ടപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കുറവുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് വേറൊരു സാധനം കൂടെ ചേർക്കണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇത്രയും അളവിൽ ഉള്ളിവട ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് 2 സവാളയും ഇപ്പോൾ ഈ ഇത്രയും മാവുമാണ് ഞാൻ എടുത്തത്. അത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ 20 ഉള്ളിവട ഉണ്ടാക്കുക കേട്ടോ. ഞാൻ 20 ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ട്. പിന്നെ ഒരുപാട് വലുപ്പത്തിലല്ല, ഒരു പാകത്തെ വലുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ടേസ്റ്റ്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലൊന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ കേരളത്തിലെ നാടൻ പലഹാരങ്ങളൊക്കെ സ്നാക്സൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഉള്ളിവട മാവുണ്ടാക്കിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ 3-4 എണ്ണ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറേ എണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. അതായത് ഓരോ ദിവസവും അന്നത്തേക്കുള്ള എണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കുറച്ച് എണ്ണ ഒഴിക്കും. എന്നിട്ടിങ്ങനെ കുറേ നമുക്കിട്ട് പൊരിക്കാൻ പറ്റില്ല. അങ്ങനെ 3-4 ഇട്ട് പൊരിക്കാം. ചെറിയതാക്കിയിട്ട് ഇങ്ങനെ, അതായത് ഒരു മീഡിയം വലുപ്പത്തിൽ ഇങ്ങനെ. ഇപ്പോൾ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണ ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ നമ്മൾ അത്താഴത്തിനുള്ള പിന്നെ ഉപ്പേരിക്കും മീൻ പൊരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യും. കറി വെക്കാനും ഉപ്പേരിക്കും അതിനൊക്കെ. ഇത് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആ എണ്ണ അന്ന് തന്നെ കഴിയും. അപ്പോൾ ദിവസവും നമുക്ക് പുതിയ എണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ എണ്ണ കളയുമ്പോഴും നമുക്ക് ഇടങ്ങേറാണ്. പിന്നെ ഈ ഉപയോഗിച്ച എണ്ണ തന്നെ ദിവസവും നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ആരോഗ്യത്തിനും കേടാണ്.
അപ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഉള്ളിവടക്കത് അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചച്ചാ ബൈ. താങ്ക് യു.